മൂലം നാളുകാർക്ക് ഈ വരുന്ന പുതിയ മലയാള വർഷം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്രിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും തങ്ങളുടെ തൊഴിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ കർമ്മ രംഗത്ത് ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം അവനവൻ്റെ തൊഴിലിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ സൂക്ഷിക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് ലഭിക്കാനിടയുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ നിങ്ങൾ വളരെ പരിശ്രമിക്കുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങുക. പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പുതിയ സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നത് നന്നായി പഠിച്ചിട്ട് വേണം. നിങ്ങളുടെ ബിസിനസ് രംഗത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധിച്ചു പഠിച്ചു വേണ്ടതുപോലെ ശ്രമിക്കുക. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ പലതും അനുഭവപ്പെടാം. കസ്റ്റമർമാരുമായുള്ള നല്ല ബന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി കുറയാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക. കുട്ടികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ പ്രയത്നം നൽകേണ്ടത് ആവശ്യമാണ്. ഉപരിപഠന ലക്ഷ്യങ്ങളിലുമൊക്കെ നന്നായി മുമ്പോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ വളരെ നന്നായി ശ്രമിക്കേണ്ടത് സുപ്രധാനമായിട്ടാണ് കാണുന്നത്. അല്ലാത്ത പക്ഷം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ പല പ്രയാസങ്ങളും അനുഭവപ്പെടാം. മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഒഴിവാക്കാൻ യോഗയും മെഡിറ്റേഷനും ഒക്കെ ശീലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് വ്യക്തിപരമായ വസ്തുതകളൊക്കെ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടാൻ കഴിയും.